മുതിരയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. മുതിര ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണല്ലേ. ഈ തണുപ്പ് കാലത്ത് മുതിര നമ്മുടെ ബോഡി നല്ല ഹോട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ മുതിര സഹായിക്കും കേട്ടോ. അപ്പം മേലും കൈയും വേദനയ്ക്കും എല്ലാം മുതിര അത്യുത്തമമാണ്. അപ്പോൾ ഇന്നൊരു മുതിരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മുതിര നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം കുതിർത്തിയെടുക്കാം. അതിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഞാനൊരു 10-12 വിസിൽ വെച്ചിട്ട് ആണ് എൻ്റെ മുതിര വെന്ത് കിട്ടിയത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് നാളികേരം, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനം ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും തന്നെ മതിയാവും. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മുളക് പൊടിയൊക്കെ നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് നാളികേരം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നാളികേരം ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അതിലൊക്കെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിര ചേർത്ത് കൊടുക്കാം. മുതിരയും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ആ നാളികേരും മുളക് പൊടിയും എല്ലാ മസാലയും ആ മുതിരയുടെ എല്ലാ ഭാഗവും എത്തുന്ന ലെവലിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുതിരയിൽ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. എങ്കിലും ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെൻറ്ററിലോട്ട് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇതിലേക്ക് നന്നായിട്ടൊന്ന് ആവിയൊക്കെ കയറി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതിലൊക്കെ നന്നായി ആവി കയറി നല്ല സെറ്റായി വന്നിട്ട് എല്ലാം കൂടി നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്രയും തന്നെ മതിയാവും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് പകർത്താം. അപ്പോൾ തീർച്ചയായിട്ടും മുതിര ഈ രീതിയിലോ ഏത് രീതിയിലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, വൈകുന്നേരം ചായയുടെ കൂടെ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് കാല് കടച്ചിലും കൈ കടച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ബോഡി എപ്പോഴും ഹീറ്റാക്കി വെക്കാൻ വേണ്ടി മുതിര സഹായിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ watching.